Hello everyone, welcome back to Pockets of My Life. ഇന്നത്തെ വീഡിയോയിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഡിസ്പൈറ്റ് ഞാൻ ഇത്രയും വെറൈറ്റി ഫുഡ് കുക്ക് ചെയ്തിട്ടും ഞാൻ ഇതെല്ലാം കഴിക്കലില്ല. ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് എനിക്ക് ഇവരെ പോലെ കഴിക്കാൻ നിന്നാൽ ഞാൻ എൻ്റെ ഗോൾസിലൊന്നും എത്തത്തില്ല. സോ ഐ വാസ് പ്രിറ്റി മച്ച് വെരി ഓവർ വെയ്റ്റ്. ഞാൻ ഇപ്പോഴും കുറച്ച് ഹെവിയാണ്. ബട്ട് കൺസിഡറിങ് വെയർ ഐ ഹവ് സ്റ്റാർട്ടഡ് ഐ ഹവ് കം എ ലോങ് വേ. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാ തരം ഡയറ്റ്സും ഞാൻ ചെയ്യാത്ത ഡയറ്റ്സ് ഈ വേൾഡിൽ തന്നെ ഇല്ല. ഞാൻ കഴിച്ച് നോക്കാത്ത ഫുഡില്ല. അവസാനമായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു. ഡോക്ടറിന് തൈറോയിഡ് ഇല്ല, ഷുഗർ ഇല്ല, ഡയബറ്റിക്സ് ഇല്ല, ഒന്നുമില്ല. അയാൾക്ക് തലയിൽ ബുദ്ധിയും ഇല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ പ്രോബ്ലം വാസ് ഹോർമോണൽ. ഐ ട്രൈഡ് നോ മാറ്റർ വാട്ട്. ഞാൻ എത്ര തന്നെ ജിമ്മിൽ പോയാലും എൻ്റെ വെയിറ്റ് കുറയാറില്ലായിരുന്നു. പിന്നെ മെഡിക്കേഷൻ ത്രൂ ട്രൈ ചെയ്ത് നോക്കി 1 or 2 kgs എനിക്ക് ലോസായി. പിന്നെ അത് തിരിച്ച് അങ്ങനെ പോയ പോലെ തന്നെ തിരിച്ച് വരികയും ചെയ്തു. പ്രയർ ഡെലിവറി എന്നെ ഒരു ഡോക്ടർ വന്നിട്ട് കീറ്റോ ഡയറ്റിലിരിക്കാൻ പറഞ്ഞു. ആ ഒരു ഡയറ്റ് മാത്രമേ എനിക്ക് കുറച്ച് വെയിറ്റ് ലോസിന് സഹായിച്ചിട്ടുള്ളൂ. സോ ഐ തോട്ട് വൈ നോട്ട് കണ്ടിന്യൂ ദാറ്റ്. പക്ഷേ ഈ കീറ്റോ എന്ന് പറഞ്ഞ് എവിടെ നമ്മൾ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്നത് കുറേ വെസ്റ്റേൺ ഫുഡ്സ് ആണ്. ഒരു ഇന്ത്യൻ പാലറ്റിന് അത് സസ്റ്റൈനബിൾ അല്ല. സോ എനിക്ക് വേണ്ടി ഞാൻ ടൈലർ ഡൗൺ ചെയ്തതാണ് ഈ സംഭവം. നേരത്തെ ഞാൻ 3 meals a day and 1 ചായ ഒരു ഈവനിങ് കുടിക്കുമായിരുന്നു. പക്ഷേ അത് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് രാവിലെ ഞാൻ 10 o'clock മീൽ കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്, ആൻഡ് ദെൻ ഐ ഈറ്റ് 3:30 ഒരു ലഞ്ച്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ ലാസ്റ്റ് മീൽ വിൽ ബി എ കപ്പ് ഓഫ് ടീ. അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മലയാളി അല്ലേ, ചായ ഒടിയില്ലാണ്ട് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒരു ചായ എന്തായാലും കുടിക്കും. അത്ര തന്നെ. മേ ബി ആ ചായ കുടിക്കുമ്പോൾ കൂടെ ഞാനൊരു കുക്കിയോ സംടൈംസ് എന്തെങ്കിലും കണ്ട് കൊതി വന്നാൽ മാത്രം എന്തെങ്കിലും എക്സ്ട്രാ കഴിക്കും. ഇല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു ബോൾ ഓഫ് സ്മോൾ ഫ്രൂട്ട്, അത്ര തന്നെ. അതിന് മേലെ ഞാൻ കഴിക്കില്ല ഒന്നും. 6 o'clock വിൽ ബി മൈ ലാസ്റ്റ് മീൽ. അതിനുശേഷം ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തിട്ട് ഒരു 10 o'clock പോലെ തന്നെ കിടന്നുറങ്ങും. ഇതിനു മുമ്പേ ഞാൻ കീറ്റോ ഡയറ്റ് എടുത്ത സമയത്ത് ഞാൻ കംപ്ലീറ്റ് കാർബ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കഷ്ടമായിരുന്നു ചെയ്യാൻ. ആൻഡ് ഐ ഹാഡ് ടു ട്രൈ ആൻഡ് ഈറ്റ് മീൽസ് ദാറ്റ് ഐ എം നോട്ട് യൂസ്ഡ് ടു. ദിസ് ടൈം ഞാൻ കുറച്ച് വേരിയേഷൻ ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ ഫുഡിൽ കോൺഷ്യസ്ലി കാർബ്സ് ഉണ്ട്, പക്ഷേ അത് ഞാൻ വളരെ ലിമിറ്റഡ് ആണ് എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് സ്റ്റേസ് അണ്ടർ 50 or 100 grams ഓഫ് കാർബ്സ്. രാവിലെ ഞാൻ കുറച്ച് എക്സ്ട്രാ കാർബ് കഴിക്കുകയാണെങ്കിൽ എൻ്റെ ആഫ്റ്റർനൂണത്തെ ലഞ്ചിൽ ഞാൻ ആകെ ഒരു 1 spoon റൈസ് എടുക്കും. സംടൈംസ് ഞാൻ എടുക്കുകയില്ല ഇഫ് ഐ തിങ്ക് ദാറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഹസ് ബീൻ എ ലിറ്റിൽ ടു മച്ച് കാർബ് ഹെവി. സോ എൻ്റെ സാധാരണ കുക്ക് ചെയ്യുന്ന എൻ്റെ വെജിറ്റബിൾ, നമ്മൾ കുക്ക് ചെയ്യുന്ന തോരൻ, ഏത് തോരനായാലും പോലും നിങ്ങൾ ചോറെടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ അത് എടുക്കുക. മീറ്റിംഗ് 1 ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചട്നി ഓർ ചിക്കൻ കറി. എൻ്റെ ഡബിൾ ഓംലെറ്റ് വിത്ത് സ്പിനച്ച് ഞാൻ എടുക്കും ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. 90% ഓഫ് ദ ടൈം ഇത് തന്നെ ആയിരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയ്ക്ക് പകരം ചിലപ്പോൾ അതൊരു ഹാഫ് എ കപ്പ് പുട്ടായിരിക്കും, ഇല്ലെങ്കിൽ 1 ഇഡ്ഡലി ആയിരിക്കും, ഇല്ലെങ്കിൽ 1 ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കാർബ് ഹെവി ആയിട്ട് കഴിക്കണമെങ്കിൽ ലഞ്ചിൽ ഞാൻ ബേസിക്കലി വെറും വെജീസ്, മീറ്റ് ആൻഡ് കറി മാത്രമേ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒട്ടും കാർബ് കഴിച്ചില്ല, വെറും ഞാൻ 3 egg omelets വിത്ത് സ്പിനച്ചാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലഞ്ചിന് ചിലപ്പോൾ 1 spoon റൈസെങ്കിലും എടുക്കും. സോ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ റൈസ് യൂഷ്വലി കഴിക്കാവോ അത്രയും ക്വാണ്ടിറ്റിക്ക് നിങ്ങൾ വെജീസ് എടുക്കുക. വെജീസ് സാധാരണ നമ്മൾ ചോറിനൂടെ കഴിക്കുമ്പോൾ ഒരു 1 or 2 spoonful ആയിട്ടേ നമ്മൾ കഴിക്കുള്ളൂ. പക്ഷേ ആ ക്വാണ്ടിറ്റിയിൽ വേണം നിങ്ങൾ മീറ്റ്സോ ഇല്ല പ്രോട്ടീനോ എടുക്കാൻ. പിന്നെ നിങ്ങളടുത്ത് എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ മോര് കറിയോ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ യു വാണ്ട് ടു ആഡ് ഇറ്റ് ടു യുവർ വെജീസ്, യു ക്യാൻ ആഡ് ഇറ്റ് ആൻഡ് മിക്സ് ഇറ്റ് ആൻഡ് ഈറ്റ്. സോ നിങ്ങൾ കഴിച്ച് ശീലിച്ച ഫ്ലേവേഴ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നുള്ളൊരു ഫീലിംഗേ വരില്ല. എനിക്ക് പ്രത്യേകിച്ച് വന്നിട്ടില്ല. സോ ഇതൊന്നും മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലത്തെ ഞാൻ പാക്കറ്റിൽ ഫിഷ് കറിയൊക്കെ വാങ്ങിച്ചു വയ്ക്കും. ഇത് വളരെ ഈസിയാണ്. ഫോർ 1 person ക്വിക്ക്ലി ഞാൻ ചൂടാക്കി എടുക്കും. ആൻഡ് ഐ എം ബിസി വർക്കിംഗ്. ചില സമയം നമ്മൾ കുക്ക് ചെയ്യാൻ മടി കൊണ്ട് തന്നെ നമ്മൾ അൺഹെൽത്തി ഫുഡിലേക്ക് നമ്മൾ കൈ പോകും. സോ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ഞാനിതൊക്കെ ആലോചിച്ച് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്നെ വെളിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതോ അതൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും. എന്നും പറഞ്ഞ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കാറേ ഇല്ല എന്നല്ല, സംടൈംസ് വി ഡു ദാറ്റ്. പക്ഷേ അതിന് നമ്മൾ ഗിൽറ്റ് കൊണ്ട് നടക്കാണ്ട് it's okay, today you had something from outside, but tomorrow do a little bit better and a little bit movement ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം വീട്ടിൽ ഞാൻ ചെയ്യുന്ന ജോലി, ഇല്ലെങ്കിൽ എൻ്റെ മോളുടെ കൂടെ ഞാൻ കുറച്ച് നേരം ഡാൻസ് കളിക്കും. ഇതൊക്കെയാണ് എന്നെ കൊണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് എനിക്ക് സ്പെസിഫിക്കലി ടൈം കൊടുക്കാൻ വർക്കൗട്ട്സിനോ അതിനൊന്നും സമയമില്ല എനിക്ക്. സോ ബേസിക്കലി ജസ്റ്റ് ഇതാണ്, മാക്സിമം കാർബ് കൺട്രോൾ ചെയ്യുക ആൻഡ് 2 meals a day കഴിക്കുക. ആൻഡ് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കണത്. മാക്സിമം ഒരു 10:30, 11 പോലെയാണ്
കഴിക്കുന്നത്. സോ അതിൽ തന്നെ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയി, ബിക്കോസ് മൈ ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ വാസ് പ്രീവിയസ്ലി 6 PM. കൂടെ ഞാൻ എൻ്റെ ഷുഗറൊക്കെ കട്ട് ചെയ്തു. ചായക്ക് ഞാൻ സ്വീറ്റ്നറാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് എന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എന്നെ പോലെ ആരെങ്കിലും കുറേ ശ്രമിച്ച് ടയർഡായി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നോക്കിയതല്ലേ, ഇതും ചെയ്ത് നോക്ക്. മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് യു. മോർ ദാൻ വെയിറ്റ് ലോസ്, എൻ്റെ മൂഡ്, എനർജി എല്ലാത്തിനും ഇതിന് ഹെൽപ്പ് ചെയ്തു. സോ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ആൻഡ് see you on the next video.